കല്യാണച്ചക്കൻ സുധാമണിയുടെ മകനായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതിന് സുധാമണിയെ തനിക്ക് അറിയോ? ഒരാപത്ത് വന്ന് എന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ നെട്ടോട്ട് ഓടുമ്പോ എന്നെ സഹായിച്ചൊരു നല്ല മനസ്സിന്റെ ഉടമയാ ആ ചെക്കന്റെ അമ്മ സുധാമണി. താൻ അങ്ങും ഇങ്ങും തൊട്ട് കാര്യം പറയാതെ തെളിച്ച് പറയടോ. ഒരു മോളാ എനിക്കുള്ളത്. ഒരു വണ്ടി അപകടം പറ്റി ജീവൻ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ എന്റെ മോള് മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോ റെയർ ഗ്രൂപ്പിലുള്ള അവളുടെ ബ്ലഡ് കുപ്പിക്കണക്കിന് സംഘടിപ്പിച്ചു തന്നത് ഈ സുധാമണിയാ. സുധാമണി ഹോസ്പിറ്റലിലെ ഒരു ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്ററാണ്. അപർണ മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആയതുകൊണ്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സുധാമണിയാ അത് അറേഞ്ച് ചെയ്തു തന്നത്. ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടാത്ത ഉപകാരം എനിക്ക് ചെയ്ത സുധാമണിയെ സാറ് തന്ന ആയിരങ്ങൾ വാങ്ങിച്ച് ഞാൻ വഞ്ചിച്ചാൽ അതിനേക്കാളും വലിയ നെറികേട് വേറെ കാണില്ല സാറേ. ദൈവം എന്നോട് പൊറുക്കില്ല. അയ്യോ, എന്തിനാ ശ്യാമളേച്ചി ഈ സൽക്കാരല്ലോ? നമ്മളെന്താ വിരുന്നുകാരാന്നോ? ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു മംഗളകർമ്മത്തിന് ക്ഷണിക്കാനാണല്ലോ. നിങ്ങൾ ചായ എടുത്ത് കുടിക്കും. ഈ ശ്യാമളേച്ചിന്റെ ഒരു കാര്യം. ഇതാ ബാലു. ബാലു, നീ ആ കാർഡ് എടുത്തിട്ട് ശ്യാമളേച്ചിക്ക് കൊടുക്ക്. എല്ലാരും വരണം. ഇത് ആരൊക്കെയാ ഈ വന്നിരിക്കുന്നത്? അപ്പൊ മാർത്താണ്ഡമ്പിള്ളയുടെ വീട്ടിൽ വെച്ച് അവാർഡ് തന്നെ ചടങ്ങോ? ഓ, കൊള്ളാം കൊള്ളാം. സുധാമണിയും ബാലുവിന്റെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് നീ ചെല്ലാന്ന് സമ്മതിച്ചോ? അത് പിന്നെ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു ചടങ്ങാവുമ്പോ. അയ്യോ, പോകണം. നിങ്ങൾ രണ്ടുപേരും പോകണം. എന്നിട്ട് അതുവഴി അങ്ങ് പൊയ്ക്കോണം. തിരിച്ച് ഈ വീട്ടിനകത്ത് വന്ന് കയറരുത്. പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ പിള്ളച്ച? ലാലേട്ടൻ പറഞ്ഞ പോലെ കൊല്ലായിങ്ങൾ പരമാവധി ശ്രമിച്ചു. ചാവാതിരിക്കാൻ ഞാനും. ഓഹോ, നിന്റെ ഈ സിനിമാ ഡയലോഗും മിമിക്രി ഒന്നും ഈ മാർത്താണ്ഡമ്പിള്ളയുടെ വീടിനകത്ത് വേണ്ട. മര്യാദയ്ക്ക് ചെറുക്കനെ വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്. ആ എന്ത് വർത്താന പിള്ളച്ച? നമ്മൾ ഇനിയും കാണണ്ടവരല്ലേ? അതുകൊണ്ട് ഒരു മര്യാദന്റെ പുറത്ത് ഞാൻ പിള്ളച്ചനെ എന്റെ മോന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ. സകുടുംബം വന്ന് എന്റെ കുട്ടികളെ ഒന്ന് അനുഗ്രഹിക്കണം. ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ കയ്യും കലായും കാണിച്ച് ചാക്കിട്ട് പിടിച്ച് അവിടെ സ്വത്തും പണവും അടിച്ചു മാറ്റാൻ നീയും മോനും ചേർന്ന് നടത്തുന്ന അണ്ടർഗ്രൗണ്ട് പരിപാടിക്കാണോ ഞാൻ വന്ന് അനുഗ്രഹം ചുരിയേണ്ടത്? വേണ്ട ബാലു. എടാ ചെറുക്ക, ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ വളച്ചെടുത്ത് കല്യാണം വരെ എത്തിക്കാൻ നീ കാണിച്ച ചങ്കൂറ്റമുണ്ടല്ലോ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ മക്കളെ, ഇതേ നീളം പോകില്ല. നിന്റെ ഈ ജീവിതം നശിച്ച് നാറാണക്കല്ലെടുക്കാൻ പോകുന്നത് നിന്റെ ഈ തള്ള കാരണമായിരിക്കും. നീ കാത്തിരുന്ന് കണ്ടോ? പിള്ളച്ച നിർത്ത്. ഈനല്ലുള്ള മറുപടി എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല. അതൊന്നും വിളിച്ചു കൂവാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്റെ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ. അതാരും കുറ്റം പറയാത്ത രീതിയിൽ നടത്തിയെടുക്കണമെന്നേ ഒരൊറ്റ ചിന്തയെ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ക്ഷണിക്കേണ്ടത് എന്റെ കടമയാ. പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളെ തീരുമാനാ. നീ ഇതെന്തായാലും അന്തസ്സായിട്ടൊന്ന് നടത്തി കാണിക്കും. അപ്പൊ ആലോചിക്കാം പങ്കെടുക്കണോ വേണ്ടായോ. കീർത്തനമോളും ശ്യാമളേച്ചിയും വരണം. എല്ലാ കാര്യങ്ങളിലും എന്നോടൊന്നിച്ച് നിൽക്കണം. നോക്ക്, നിങ്ങളാണ് എന്റെ ബലം. അയ്യോ, ആ ബലത്തില് അത്ര വിശ്വാസം വെക്കരുത്. എന്നെ ധിക്കരിച്ചോണ്ട് കല്യാണം കൂടാൻ എന്റെ ഭാര്യയും മോളും വന്നാൽ കല്യാണപ്പറമ്പ് ഇവളുമാരുടെ ശവപ്പറമ്പാക്കും ഞാൻ. നിങ്ങൾക്കിത് എന്തോ മനുഷ്യ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പൊയ്ക്കോണോ എന്റെ മുമ്പിൽ നിന്ന്?
അവളെന്റെ പരിധി ഇളക്കാൻ വന്നേക്കുന്നു. അയ്യോ, ഇനി ഈടെ ഈന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല പിള്ളേച്ച. കല്യാണം വിളിക്കേണ്ടത് നമ്മളെ മര്യാദയാ. പിള്ളേച്ചന് ഇഷ്ടം പോലെ തീരുമാനിക്കാം. നമ്മള് വരുന്ന ചേച്ചി. ബാലു, നീ ആ കവർ എടുക്കാൻ മറക്കല്ല. അങ്കിള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നായി തെറ്റിപ്പോവുക. ജാതകങ്ങൾ ചേരില്ല എന്ന് ജോത്സ്യം പറയുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? 10 10 പൊരുത്തമുണ്ട്. കല്യാണത്തിന് മുഹൂർത്തം കുറിക്കാന്നും പറഞ്ഞ് അയാൾ മൂട്ടിലെ പൊടിയും തട്ടി എണീറ്റ് പോയില്ലേ? ഇത് വിട്ടേക്കെങ്ങളെ, ശരിയാവില്ല. മോനെ, നീ എങ്ങനെ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പൊരുത്തങ്ങളെല്ലാം ചേരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ കല്യാണം നടക്കണമെന്നുണ്ടോ? അതെ, ഞാൻ വേറൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി എന്ത് പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു കാര്യവുമില്ല. അങ്കിളിന് ഞാൻ തരാന്ന് പറഞ്ഞ 2 കോടി സ്വാഹ. പിന്നെ ഞാൻ ഇതുവരെ തന്നിട്ടുള്ള ബാക്കി തുകയും കൂടി എനിക്ക് തിരിച്ചു തരേണ്ടി വരും. അങ്കിളിന്റെ കൂടെ ഇനി ഒരു ജോയിന്റ് വെഞ്ചറിനും ഞാനില്ല. മോനെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. അവസാന നിമിഷം വരെ നമ്മൾ പ്രതീക്ഷിക്കണം. ജോത്സ്യന്റെ കാര്യത്തില് കണക്കല്പം ഒന്ന് പിഴച്ചുപോയി, സംഗതി ശരി തന്നെ. പക്ഷെ എന്റെ ഈ പ്ലാൻ അത് തെറ്റില്ല. ഇനി എന്ത് മണ്ടം പ്ലാൻ അങ്കിൾ ഉദ്ദേശിക്കുന്നത്? ഇതങ്ങനെ വെറും മണ്ട പ്ലാൻ ഒന്നുമല്ല, വെരി ബ്രില്യൻ പ്ലാൻ. ഒരു ബോംബ് ഞാൻ പൊട്ടിക്കും. എന്ത് ബോംബ്? അതൊക്കെ മോൻ നോക്കിക്കോ. കല്യാണ പന്തലിൽ ആ ബോംബ് പൊട്ടും. ആ സമയത്ത് കല്യാണ ചെക്കന്റെ വേഷത്തിൽ നീ ആ പന്തലിലുണ്ടായാ മതി. അവളുടെ കഴുത്തിൽ ചാർത്താനുള്ള താലിയും മാലയും നീ നിന്റെ പോക്കറ്റിൽ കരുതിക്കോണം. ആ പന്തലിൽ വെച്ച് തന്നെ മോനും അപർണയും തമ്മിലുള്ള കല്യാണം ഈ അങ്കിള് നടത്തി തരും. ഇതൊന്നും എനിക്കത്ര വിശ്വാസം വരുന്നില്ല. മോനെ, കുരുക്ഷേത്ര യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അർജുനന് പോലും ജയിക്കുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവാൻ കൃഷ്ണന്റെ തന്ത്രങ്ങൾ അവരെ വിജയിപ്പിച്ചു. അതുപോലെ എന്റെ തന്ത്രത്തിൽ നീയും ജയിക്കും. അപർണ നിന്റേതാവും. എന്നിട്ട് നീ എനിക്ക് പണം തന്നാ മതി. അങ്കിളിന്റെ ഈ പ്ലാൻ തെറ്റില്ല മോനെ, ഒരിക്കലും തെറ്റില്ല. അല്ല, എന്താ അങ്ങോട്ട് പ്ലാന്? ഹലോ, കീർത്തന, നീ എവിടെയാ? ഞാൻ ഒരുപാട് നിർബന്ധിച്ചു നോക്കി, പക്ഷെ അച്ഛൻ വിടുന്നില്ല. എനിക്ക് നിന്റെ അടുത്തോട്ട് വരണമെന്നും കല്യാണത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നും ഉണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛന്റെ കാര്യം നിനക്കറിയില്ലേ. നീ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു സന്തോഷമില്ല. എനിക്കറിയാം, ഞാൻ അവിടെ ഇല്ലെങ്കിലും എന്റെ മനസ്സ് അവിടെ തന്നെ ഉണ്ട്. ഡേ, ഞാൻ അവിടെ ഇല്ലെന്ന് കരുതി ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കരുത് കേട്ടോ. ആർക്കും ഒരു സംശയം തോന്നരുത്. ഏട്ടന്റെ അമ്മേന്റെയും കൂടെ എല്ലാത്തിനൊപ്പം ഉണ്ടാവണം കേട്ടോ. അതിന് ഞാൻ ശ്രമിക്കാം. വയ്ക്കട്ടെ? ഞാൻ പറഞ്ഞ കാര്യം നടപ്പിലാക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരം അതിന് പറ്റിയ സമയം. കോളനിയിൽ കല്യാണത്തിന് മുമ്പുള്ള പാർട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വഴിയെ പോകുന്ന എല്ലാ അണ്ടനും അടകോടനും അതിനകത്ത് കയറി നിരങ്ങും. മനസ്സിലായി സാർ. അതുകൊണ്ട് പ്രത്യേക വേഷ സംവിധാനങ്ങളും മേക്കപ്പും ഒന്നുമില്ലാതെ നീയൊക്കെ മര്യാദയ്ക്ക് അവിടെ ചെന്നാ ആരും സംശയിക്കാൻ പോകുന്നില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഉണ്ട് സാറേ. ആ, എന്ത് മനസ്സിലായി? നമ്മൾ സാധാരണക്കാരെ പോലെ അവിടെ ചെല്ലുന്നു, പാർട്ടിയിൽ പങ്കെടുക്കുന്നു, പദ്ധതി നടപ്പാക്കുന്നു, വരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയ്ക്ക് വൃത്തിക്കും വെടിപ്പിനും ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ എനിക്ക് വിശ്വാസം. താങ്ക് യു സാർ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ.
ഇത് അഡ്വാൻസ്. വട്ടച്ചലനിരിക്കട്ടെ. അപ്പൊ ശരി. നീ ഇവിടെ വന്നിരിക്കായിരുന്നല്ലേ? ഞാൻ എവിടെയെല്ലാം തിരക്കിന്ന് അറിയും നിന്നെ. നിനക്കെന്താ പറ്റിയ? എന്താ കാര്യമെന്ന് വെച്ചാ നീ തുറന്നു പറ. കീർത്തനയ്ക്ക് കല്യാണത്തിന് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ആ മാർത്താണ്ഡം പിള്ള ഉറപ്പായി അവളെ വിടില്ല. ഓ, അതിനാണോ നീ ഇവിടെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? ഈ കോളനിയിലെ എല്ലാവരും വരുമ്പോൾ അവൾ മാത്രം വരാതിരുന്ന എനിക്കത് വിഷമാവും. നിനക്ക് മാത്രമല്ല, എനിക്കും അത് ഫീൽ ചെയ്യും. ആ, പിള്ള വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ശ്യാമളാന്റെയും കീർത്തനയും വിട്ടാ മതിയായിരുന്നു. നീ ഇങ്ങനെ അടി കിട്ടുന്നതിന് മുമ്പേ അലറി വിളിക്കുന്നത് പോലെ പെരുമാറല്ലേ. വന്നില്ലേ കീർത്തനയെ നമുക്ക് കല്യാണത്തിന് പങ്കെടുപ്പിക്കാൻ മറ്റെന്തേലും വഴി ഉണ്ടാക്കാം. നീങ്ങ വന്നേ. വാ, വാടാ. ആ കേട്ടോ മോളെ, എനിക്ക് ബാലുവിന്റെ കല്യാണത്തിന് പോകാൻ സത്യം പറഞ്ഞ ഇപ്പൊ യാതൊരു താല്പര്യവും ഇല്ല. അപ്പോ അവര് കല്യാണം വിളിക്കാൻ വന്നപ്പോ അമ്മ സ്വീകരിച്ചിരുത്തി ചായയൊക്കെ കൊടുത്തതോ? അത് പിന്നെ വീട്ടിൽ കയറി വരുന്ന മനുഷ്യരോട് അപമര്യാദയായി പെരുമാറിയും അപമാനിച്ചിറക്കി വിട്ടുവൊന്നും എനിക്ക് ശീലമില്ല. സുധാമണിക്ക് നിന്റെ അച്ഛനോടുള്ള ശത്രുത ഇപ്പോഴും ഒരു തരിമ്പ് പോലും കുറയാതെ അവളുടെ മനസ്സിലുണ്ട്. അമ്മ പറയുന്നത് പോലെ അവർക്ക് ഇപ്പോഴും നമ്മളോട് ശത്രുത ഉണ്ടെങ്കിൽ അവർക്ക് കല്യാണം വിളിക്കാതിരുന്ന പോരെ? അതല്ലേ അവള് കളിക്കുന്ന നാടകം. നാടകമോ? അതേടി, സുധാമണിയും ബാലുവും ഇവിടെ വന്ന് കല്യാണം വിളിച്ചതേ നിന്റെ അച്ഛൻ ആ കല്യാണത്തിന് ചെല്ലില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാ. അപ്പോ അവര് വന്ന് കല്യാണം വിളിക്കാതിരുന്നെങ്കിൽ അച്ഛൻ ഈ കല്യാണത്തിന് പോവുമായിരുന്നോ? പോകത്തില്ലെന്ന് നമുക്കറിയാം, സുധാമണിക്കും അറിയാം. പക്ഷേ അതൊന്ന് ഉറപ്പുവരുത്തണം. അതിനാ പ്രഹസനം കാണിച്ച് ഇവിടെ വന്ന് കല്യാണം ക്ഷണിച്ചത്. അപ്പൊ നമ്മൾ പോവാതിരുന്ന അവർക്ക് അത്ര സന്തോഷം അല്ലേ? അതെ. നമ്മൾ പോകാതിരുന്ന സുധാമണി എങ്ങനെ സന്തോഷിക്കാനാടി? ഓ എന്റെ പൊന്നു മനുഷ്യ, അവള് നിങ്ങളോടുള്ള ദേഷ്യമെല്ലാം മറന്ന് ഈ പടി കയറി വന്ന് നമ്മളെ കല്യാണം ക്ഷണിച്ചിട്ടും നമ്മള് പോയില്ലെങ്കി അവള് വീണ്ടും വലിയ ഹൃദയവിശാലതയുള്ള ആളാവും. അല്ല, ഇവിടുത്തെ കോളനിക്കാരെല്ലാം അവളെ തലേ ചുമന്നുകൊണ്ട് നടക്കും. ഇന്നലെ വരെ സുധാമണിക്കൊപ്പം നിന്നിട്ട് ഇപ്പൊ പ്ലേറ്റ് മാറ്റിയതേ സംശയകരമാണ്. രണ്ടും കൂടെ എനിക്കിട്ട് പണിയല്ലോ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളുടെ ഈ ഒടുക്കത്തെ സംശയം നിങ്ങളെ ജീവിതത്തിൽ ഒരിടത്തും കൊണ്ട് എത്തിക്കാത്തത്. ഓഹോ, നീ ഈ തത്വഗുണാണ്ടോ ഒക്കെ അങ്ങോട്ട് വിട്ടിട്ട് കാര്യം എന്താണെന്ന് പറ. നമ്മൾ ഈ കല്യാണത്തിന് പോയ മാർത്താണ്ഡം പിള്ള ഒരു വലിയ മനസ്സിനുടമയാണെന്നും ശത്രുതയും വിദ്വേഷവും ഒന്നും സ്ഥിരമായിട്ട് മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരാളാണെന്നും നല്ല ഒരാളാണെന്നും ഈ കോളനിക്കാര് മുഴുവൻ പറയും. സുധാമണി ഇവിടുന്ന് ഇറക്കി വിടാൻ ശ്രമിച്ച കാര്യത്തിൽ പോലും നിങ്ങളുടെ ഭാഗത്താണ് ന്യായംന്ന് ഇവറ്റകള് പറഞ്ഞു നടക്കും. അതോടെ സുധാമണിക്ക് ഈ കോളനിക്കാർക്കിടയിലുള്ള സ്ഥാനവും സ്നേഹവും ഒക്കെ ഇടിയും. നീ പറയുന്നതിലും കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകാതിരുന്നിട്ട് അവൾ അങ്ങനെ അങ്ങ് വലിയവളാകണ്ട. മോളെ കീർത്തനെ, നീയേ നിന്റെ ആ കടും നീല നിറത്തിലുള്ള ഉടുപ്പുണ്ടല്ലോ അതങ്ങിട്ടു. അതും പിന്നെ ശവളെ, നീയാ ഈ ഉണ്ടല്ലോ തറവാട്ടുകാർക്ക് യോജിക്കുന്ന പട്ടുസാരിയെ ഉടുക്കാവൂ. എന്നിട്ട് നല്ല അന്തസ്സായിട്ട് നമുക്ക് കല്യാണത്തിന് പോയി പങ്കെടുക്കണം. പിന്നെ കുറച്ച് പൈസയും നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അതോടെ സുധാമണിയുടെ ആപ്പീസ് നമുക്ക് കൂട്ടണം.
മാർത്താണ്ഡം പിള്ളയടാ അവിടെ കളി. ആടാ. ഇയാളെ കെട്ടിയെടുക്കാൻ കണ്ട സമയം. വരൂ പിള്ളച്ച, വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഞാൻ വന്നതും. സന്തോഷം. ഇരിക്കേ. ബാലുന്ന് കൂടെ എഴുതിയേക്ക്. അത് വേണ്ട, അത് വേണ്ട. അതിപ്പത്തെ ട്രെൻഡാടി. അതെ, ബാലു എന്റെ കയ്യിലല്ല, ഹാർട്ടില, ഹാർട്ടിൽ. അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മോളെ. ഹലോ, നിങ്ങള് പാചകക്കാരുടെ കൂടെ വന്നല്ലേ? അതെ. ഇങ്ങനെ വെറുതെ കാഴ്ച കണ്ട് നിൽക്കാനാണോ വന്നത്? ആ കലവറക്കകത്ത് എന്ന് വെൽക്കം ഡ്രിങ്ക് ഒന്ന് കലക്കി, ഉള്ളത് തീരാറായി. ഓക്കെ സാർ, ചെല്ല്. ഒന്ന് പോടി എവിടുന്ന്. ആ അച്ഛമ്മേ, അച്ഛമ്മേ മെഹന്തി ഇടണം. കാലം പോയ പോക്കേ, മുറ്റത്ത് വരച്ചോണ്ടിരുന്ന കോലമൊക്കെ ഇപ്പൊ കയ്യിലും കാലിലും ആയി. ആ ഇത് കോലല്ല അച്ഛമ്മേ, മെഹന്തിയാ. ഓ, മൈലാഞ്ചി അല്ലേ? എനിക്കറിയാം. ആ, നടക്കട്ടെ നടക്കട്ടെ.